ഹായ് ഫ്രണ്ട്സ്, കോപ്പറേറ്റീവ് ട്യൂട്ടർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതോടൊപ്പമുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് അമർത്തിയേക്കണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ക്ലാസ്സിന്റെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ജൂലൈ 30 നടന്ന ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട CSEB എക്സാമിൽ ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട പാർട്ടാണ് നമ്മൾ ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത്. അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ആൾക്കാർ ആദ്യം ചെയ്യേണ്ടത് ഈ ക്വസ്റ്റ്യനും ഇതിന്റെ ശരിയായിട്ടുള്ള ആൻസറും എഴുതി മാറ്റിവെക്കുക എന്നുള്ളതാണ്. മാറ്റിവെക്കുക എന്നുള്ളതല്ല, പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് അവർ ഇംഗ്ലീഷിന്റെ ഭാഗത്തുനിന്ന് എപ്പോഴും ഫോളോ ചെയ്യുന്നത്. ഇത് കൂടാതെ ക്വസ്റ്റ്യൻ ടാഗ്, ചില ക്വസ്റ്റ്യനിൽ മാത്രം റിപ്പോർട്ടർ സ്പീച്ച്, പാസീവ് വോയിസ് ഇത്രയും കൂടി ഉൾപ്പെടുത്താറുണ്ട്. അപ്പൊ ഇതേ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസിന് ഊന്നൽ കൊടുത്തുകൊണ്ടാണ് പഠിക്കേണ്ടത്. എല്ലാവരും ക്ലർക്ക് എക്സാമിന്റെ ഡീറ്റെയിൽഡ് സിലബസ് ചോദിച്ചിട്ടുണ്ട്. ക്ലർക്ക് എക്സാമിന് കോപ്പറേറ്റീവ് ലോയർ, കോർപ്പറേഷൻ, അക്കൗണ്ടൻസി, ബാങ്കിങ്, അതുപോലെ ഇംഗ്ലീഷ്, മാത്സ്, GK ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാകുക. നമുക്ക് തീർച്ചയായിട്ടും ഇത്രയും ഭാഗം ക്ലിയറാക്കി പഠിക്കുന്ന ഒരാൾക്ക് മാത്രമേ എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇന്നലെ നടന്ന എക്സാം വിശകലനം ചെയ്യുമ്പോൾ വെറുതെ ഒരു ഗൈഡ് വാങ്ങി പഠിച്ചിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും അവരുദ്ദേശിച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് നടത്താൻ പറ്റുകയില്ല. സബ്ജക്റ്റിൽ നിന്നുള്ള ആഴത്തിലുള്ള അറിവുള്ളൊരു വ്യക്തിക്ക് മാത്രമേ ആ എക്സാം എഴുതി ക്ലിയർ ചെയ്യാൻ പറ്റുകയുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ഭാഗത്തു നിന്നും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ ഇനി എക്സാം എഴുതിയെടുക്കാൻ പറ്റുകയുള്ളൂ. ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നിയ ആൾക്കാർക്ക് പോലും അതിന്റെ ആൻസർ എഴുതിയപ്പോൾ അത് ഒരുപാടെണ്ണം തെറ്റിപ്പോയ ഒരു അവസ്ഥയായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇന്നു മുതൽ പഠനം വീണ്ടും ആരംഭിക്കാം. ഞാൻ ഒരിക്കൽ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും ഒരു 3 പ്രാവശ്യമെങ്കിലും ഒരു വർഷത്തിൽ CSEB നോട്ടിഫിക്കേഷൻ വിളിക്കാറുണ്ട്. അടുത്ത നോട്ടിഫിക്കേഷൻ ഓഗസ്റ്റിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓഗസ്റ്റിൽ നോട്ടിഫിക്കേഷൻ വിളിച്ചു കഴിഞ്ഞാൽ ഒക്ടോബർ മാസം ആകുമ്പോഴേക്കും നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എക്സാം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ ഒരു 10-45 ദിവസം കൊണ്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ അടുത്ത എക്സാമിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് എല്ലാ ഭാഗത്തു നിന്നുമുള്ള കഴിയുന്നത്ര ക്വസ്റ്റ്യൻസ്, ആൻസർ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഇതൊക്കെ കവർ ചെയ്യാൻ നമ്മളെ കൊണ്ട് 45 ദിവസം കൊണ്ട് പറ്റണം. അപ്പൊ ആരെങ്കിലും മടി പിടിച്ച് പുസ്തകമൊക്കെ മടക്കി വെച്ചിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ പുസ്തകം നൂർത്തോളുക, പുസ്തകം കയ്യിൽ നിന്ന് താക്കാതെ പഠിച്ചോളുക. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട 20 ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ചൂസ് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ ഫ്രം ബ്രാക്കറ്റ്സ് ഫോർ ദ ഫോളോയിങ്. ചൂസ് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ. പ്രിപ്പോസിഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാ പരീക്ഷയ്ക്കും പ്രിപ്പോസിഷൻ ചോദിക്കുന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഐ വെയിറ്റഡ് ഡാഷ് ദ ബസ് സ്റ്റോപ്പ്. ഓപ്ഷൻ A ഇൻ, ഓപ്ഷൻ B അറ്റ്, ഓപ്ഷൻ C ബൈ, ഓപ്ഷൻ D നൺ ഓഫ് ദിസ്. ആൻസർ ഓപ്ഷൻ B ആണ് കൊടുത്തിരിക്കുന്നത്, അറ്റ്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ദ കീ വാസ് ലൈയിങ് ഡാഷ് ദ ഫ്ലോർ. ദ കീ വാസ് ലൈയിങ് ഡാഷ് ദ ഫ്ലോർ. ഓപ്ഷൻ A പറഞ്ഞിരിക്കുന്നത് ഓൺ, ഓപ്ഷൻ B ഇൻ, ഓപ്ഷൻ C അറ്റ്, ഓപ്ഷൻ D നൺ ഓഫ് ദിസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ A ആണ് പറഞ്ഞിരിക്കുന്നത്, ഓൺ. ഞാൻ ഇതെല്ലാം പ്രൊവിഷണൽ ആൻസർ കീയെ അടിസ്ഥാനമാക്കിയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രിപ്പോസിഷന്റെ ഭാഗത്ത് നിന്ന് പഠിക്കേണ്ട ഒരു കാര്യം, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ പ്രിപ്പോസിഷനും പഠിച്ചിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് പോകാൻ പറ്റുകയില്ല. പക്ഷെ ചില പ്രിപ്പോസിഷന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ പ്രിപ്പോസിഷന്റെ ഭാഗത്ത് ഒരു ക്വസ്റ്റ്യൻ പോലും തെറ്റില്ലാതെ നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. അത്രയുള്ള ക്ലാസ്സുകൾ നമുക്ക് ഉടനെ തന്നെ നമുക്ക് ലഭ്യമാകുന്നതാണ്. രണ്ടാമത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ചൂസ് വൺ വേർഡ് ഫ്രം ബ്രാക്കറ്റ്സ് ഫോർ ദ ഫോളോയിങ്. താഴെ പറയുന്നതിന്റെ വൺ വേർഡ് എഴുതാൻ. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഹാവിംഗ് മെനി വൈസ് ഫോർ എ മാൻ. ഒരു പുരുഷന് ഒന്നിലധികം സ്ത്രീകൾ ഭാര്യമാരായിട്ടുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരെന്താണ്? അതാണ് ഓപ്ഷൻ A ആണ് ആൻസർ, പോളിഗമി. അടുത്ത ക്വസ്റ്റ്യൻ
ഹാവിങ് മെനി ഹസ്ബൻഡ് ഫോർ എ വുമൺ. ഒരു സ്ത്രീക്ക് ഒന്നിലധികം പുരുഷന്മാർ ഭർത്താക്കന്മാരായിട്ടുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ എ പോളിഗമി, ഓപ്ഷൻ ബി പോളിയാൻഡ്രി, ഓപ്ഷൻ സി സ്പെൻഡ്രിഫ്റ്റ്, ഓപ്ഷൻ ഡി സെഡീഷൻ. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, പോളിയാൻഡ്രി. ഈ രണ്ട് ക്വസ്റ്റ്യനും ഇതേ രീതിയിൽ തന്നെ നമ്മുടെ ഇംഗ്ലീഷിന്റെ വൺ വേർഡ് എന്നുള്ള ഭാഗത്തു നിന്ന് ഉൾപ്പെടുത്തിയതാണ്. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ വിചാരിച്ചേക്കാം ഈ ഒരു മാർക്കാണോ കിട്ടിയേക്കുന്നതെന്ന് ഇംഗ്ലീഷിൽ നിന്ന്. ഈ ഒരു മാർക്കാണ് നിങ്ങളെ റാങ്ക് ലിസ്റ്റിൽ കടന്നുകൂടാനും 1/2 മാർക്കിന്റെ വ്യത്യാസമാണ് റാങ്കിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ രണ്ട് ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാതെ പഠിച്ചൊരാൾക്ക് ഈ ആൻസർ കിട്ടിക്കഴിഞ്ഞപ്പോഴേ ഒരു സന്തോഷമാണ്. അത്ര കോൺഫിഡന്റ് ആയിട്ട് എഴുതിയ ഒരു ആൻസർ ആണിത്. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ചൂസ് ദ കറക്റ്റ് ആർട്ടിക്കിൾ ഫ്രം ദ ഫോളോയിങ്. 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഹി ഈസ് ഡാഷ് ക്ലവറസ്റ്റ് ബോയ് ഇൻ ദ ക്ലാസ്. ആർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് 3 ആർട്ടിക്കിളേ പഠിക്കാനുള്ളൂ, എ, ആന്, ഡി. അപ്പൊ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട റൂൾ ഒന്ന് പഠിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരു കൺഫ്യൂഷനും തോന്നാതെ എഴുതാൻ പറ്റും. ഓപ്ഷൻ എ തന്നിരിക്കുന്നത് ദായാണ്, ഓപ്ഷൻ ബി എ ആണ്, ഓപ്ഷൻ സി എന്നുള്ളത് ആനാണ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ് ആണ്. ഇവിടെ ക്ലവറസ്റ്റ് എന്നതുകൊണ്ട് വന്നതുകൊണ്ട് മാത്രം ഇതിന്റെ ആൻസറിനെ പറ്റി ഒരു ചിന്തയും വേണ്ട. ഓപ്ഷൻ എ ആണ് ആൻസർ, ദ. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഷീ ഹാസ് ഡാഷ് MA ഡിഗ്രി ഇൻ ഇംഗ്ലീഷ്. ഇത് ആൻസർ കീഴിൽ തെറ്റായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ആൻസർ ആണ്. ഓപ്ഷൻ എ ദ, ഓപ്ഷൻ ബി എ, ഓപ്ഷൻ സി ആൻ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഇത് ആർട്ടിക്കിൾ പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ആൻസർ ആണ്. ആൻ MA ഡിഗ്രി ആണ്. അതേസമയം എ മാസ്റ്റർ ഓഫ് ആർട്സ് ആണ് എഴുതേണ്ടത്. പക്ഷേ ഇവിടെ ദ എന്ന് പറയുന്ന ആൻസർ ആണ് പ്രൊഫഷണൽ ആൻസർ കീ കൊടുത്തിരിക്കുന്നത്. നമ്മൾ അതിന് ഉറപ്പായിട്ടും കംപ്ലൈന്റ് കൊടുക്കണം. അടുത്ത ക്വസ്റ്റ്യൻ ചൂസ് ദ കറക്റ്റ് ആന്റോണിയം ഫ്രം ബ്രാക്കറ്റ്സ് ഫോർ ദ ഫോളോയിങ്. താഴെ തന്നിരിക്കുന്ന ഇതിന്റെ അന്റോണിയം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. സിൻ എന്നുള്ളതിന്റെ എന്താണ്? പാപി എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വിക്ഡ്, ഓപ്ഷൻ ബി ക്രൂവൽ, ഓപ്ഷൻ സി വിർച്യു, ഓപ്ഷൻ ഡി റൂഡ്. ആൻസർ വിർച്യു എന്നുള്ളതാണ്, സിൻ, വിർച്യു. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വിസ്ഡം. വിസ്ഡം എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഓപ്ഷൻ എ ഫോളി, ഓപ്ഷൻ ബി ഇന്റലിജൻസ്, ഓപ്ഷൻ സി കപ്പാസിറ്റി, ഓപ്ഷൻ ഡി സ്ട്രെങ്ത്. ആൻസർ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ എ ഫോളിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ചൂസ് ദ കറക്റ്റ് ഫോം ഓഫ് വെർബ് ഗീവൺ ഇൻ ബ്രാക്കറ്റ്സ് ഫോർ ദ ഫോളോയിങ്. താഴെ പറയുന്നതിൽ നിന്നും കറക്റ്റ് ആയിട്ടുള്ള ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ള വെർബിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഫോം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. 9ാമത്തെ ക്വസ്റ്റ്യൻ വൺ ഓഫ് ദ ബ്രദേഴ്സ് ബ്രാക്കറ്റിൽ അക്കമ്പനി ഹിം ടു ദ ഹോസ്പിറ്റൽ. ആൻസർ ഓപ്ഷൻ എ അക്കമ്പനി, ഓപ്ഷൻ ബി അക്കമ്പനീസ്, ഓപ്ഷൻ സി അക്കമ്പനിയിങ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഇവിടെ വൺ ഓഫ് ദി എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുള്ളതിൽ കൊണ്ട് തന്നെ അത് സിംഗുലർ ഫോമിന്റെ ആവശ്യമേ ഉള്ളൂ. അതുകൊണ്ട് ആൻസർ അക്കമ്പനീസ്, ഓപ്ഷൻ ബി ആണ് അക്കമ്പനീസ്. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ ഈച്ച് ചൈൽഡ് ബ്രാക്കറ്റിനകത്ത് എൻറ്റർ ദ കോർട്ട്യാർഡ്. ഓപ്ഷൻ എ എൻറ്റേഴ്സ്, ഓപ്ഷൻ ബി എൻറ്റർ, ഓപ്ഷൻ സി എൻറ്ററിങ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. 10ാമത്തെ ക്വസ്റ്റ്യൻ ഈച്ച് ചൈൽഡ് വന്നതുകൊണ്ട് തന്നെ അതൊരു സിംഗുലർ വേർഡാണ്. ആൻസർ എൻറ്റേഴ്സ് എന്ന് മാത്രം മതി. ആൻസർ ഓപ്ഷൻ എ ആണ്, എൻറ്റേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ ഇറ്റ് ബ്രാക്കറ്റിൽ റെയിൻ നൗ. ഇറ്റ് റെയിൻ നൗ എന്നുള്ളതാണ് അതിന്റെ കറക്റ്റ് ഫോമാണ്. റെയിന്, റെയിൻസ്, ഈസ് റെയിനിങ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. നമുക്കറിയാം നൗ വന്നതുകൊണ്ട് തന്നെ ING ഫോം വരും. അതുകൊണ്ട് 11ന്റെ ആൻസർ സി ആണ്, ഈസ് റെയിനിങ്. അടുത്ത ക്വസ്റ്റ്യൻ ഡാഷ് യു ഗോൺ ടു ദ മാർക്കറ്റ്. ഡാഷ് യു ഗോൺ ടു ദ മാർക്കറ്റ്. ഓപ്ഷൻ എ ആർ, ഓപ്ഷൻ ബി ഹാവ്, ഓപ്ഷൻ സി വിൽ വുഡ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഹാവ് യു ഗോൺ ടു ദ മാർക്കറ്റ്. 13ാമത്തെ ക്വസ്റ്റ്യൻ ഐ ഹിയർ എ സൗണ്ട് ഫ്രം ദ ഹൗസ്. ഓപ്ഷൻ എ ഹിയർ, ഓപ്ഷൻ ബി ഐ ആം ഹിയറിംഗ്, ഓപ്ഷൻ സി ആം ടു ഹിയർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഇവിടെ ഹിയർ എന്നുള്ള വേർബിന് യാതൊരു മാറ്റവും വരുത്തണ്ട. ആൻസർ ഓപ്ഷൻ എ ആണ്, ഹിയർ. അടുത്ത ക്വസ്റ്റ്യൻ ദിസ് ഹൗസ് ഡാഷ് ബിലോങ് ടു മൈ ബ്രദർ. ദിസ് ഹൗസ് ഡാഷ് ബിലോങ് ടു മൈ ബ്രദർ. ഞാൻ വെർബിന്റെ ഫോം പഠിപ്പിച്ചപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെ അവിടെ ഹൗസിന് പകരം കാർ എന്നുള്ളത് മാത്രമേ മാറ്റി കൊടുത്തിട്ടുള്ളൂ. ആൻസർ ഓപ്ഷൻ എ ബിലോങ്, ഓപ്ഷൻ ബി ബിലോങ്സ്, ഓപ്ഷൻ സി ഈസ് ബിലോങ്ങിങ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്.
ആൻസർ ഓപ്ഷൻ ബി ആണ് ബിലോങ്സ്. ദിസ് ഹൗസ് എന്നുള്ളത് സിംഗുലർ ഫോം ആയതുകൊണ്ട് ഇവിടെ ബിലോങ്സ് മാത്രമേ ആവശ്യമുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ ഐ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ള ബി ആണ് ടു കന്യാകുമാരി വൺസ്. 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ആം, ഓപ്ഷൻ ബി ഹാവ് ബീൻ, ഓപ്ഷൻ ബി ഹാവ്, ഓപ്ഷൻ സി ഹാവ് ബീൻ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ആൻസർ ഹാവ് ബീൻ ആണ്. 15ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, ഹാവ് ബീൻ. ഹി വാസ് റീഡിംഗ് എ ബുക്ക് വെൻ ഐ കോൾ ഹിം. ഹി വാസ് റീഡിംഗ് എ ബുക്ക് വെൻ ഐ കോൾ ഹിം. ഓപ്ഷൻ എ കോൾ, ഓപ്ഷൻ ബി വാസ് കോളിംഗ്, ഓപ്ഷൻ സി കോൾഡ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ആൻസർ ഓപ്ഷൻ സി കോൾഡ് ആണ്. ഓപ്ഷൻ സി കോൾഡ്. 17ാമത്തെ ക്വസ്റ്റ്യൻ. ദേ വിൽ ക്ലൈംബ് ദ മൗണ്ടൻ വെൻ ദ വിൻസ് ഡാഷ് ബി സ്യൂട്ടബിൾ. ദേ വിൽ ക്ലൈംബ് ദ മൗണ്ടൻ വെൻ ദ വിൻസ്, ബ്രാക്കറ്റിനകത്ത് ബി ആണ് സ്യൂട്ടബിൾ. ഓപ്ഷൻ എ ആർ, ഓപ്ഷൻ ബി ഈസ്, ഓപ്ഷൻ സി വിൽ ബി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഇതിന്റെ ആൻസർ ഈസ് ആണ് അവർ കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ ബി ഈസ് ആണ് കൊടുത്തിട്ടുള്ളത്. അവര് ആ ബി ഫോം എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായിട്ടില്ല. ദേ വിൽ ക്ലൈംബ് ദ മൗണ്ടൻ വെൻ ദ വിൻസ്. വിൻസ് എന്നുള്ളത് സിംഗുലർ രൂപത്തിലാണ് അവർ ഉപയോഗിച്ചേക്കുന്നത്. ഇതിന്റെ ആൻസർ ആറും വരാം. ആറും വന്നു കഴിഞ്ഞാലാണ് ഒന്നുകൂടെ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. പക്ഷെ ഇവരുടെ ആൻസർ ചോദ്യകർത്താവ് എന്താണ് ഉദ്ദേശിച്ചേക്കുന്നതെന്ന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഇതിന്റെ ആൻസർ ഈസ് ആണ് ഇവർ കൊടുത്തിരിക്കുന്നത്. 18ാമത്തെ ക്വസ്റ്റ്യൻ. വി റീച്ച് ഹോം ബിഫോർ ദ സൺസെറ്റ്. വി റീച്ച് ഹോം ബിഫോർ ദ സൺസെറ്റ്. 18ാമത്തെ ക്വസ്റ്റ്യൻ അതാണ്. ഓപ്ഷൻ എ ഷാൽ റീച്ച്, ഓപ്ഷൻ ബി വിൽ റീച്ച്, ഓപ്ഷൻ സി ആർ റീച്ചിങ്, ഓപ്ഷൻ ഡി വിൽ ബി റീച്ചിങ്. ആൻസർ ഓപ്ഷൻ എ ആണ് കൊടുത്തിരിക്കുന്നത്, ഷാൽ റീച്ച്. അതായത് നമുക്ക് എന്താണ് സൺസെറ്റിന് മുൻപേ അങ്ങ് എത്താം എന്നുള്ളൊരു വിശ്വാസമാണ്. അപ്പോൾ ഉറപ്പില്ലാത്ത കാര്യമായതുകൊണ്ടാണ് ഷാൽ റീച്ച്. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ചൂസ് ദ കറക്റ്റ് സിനോണിയം ഫ്രം ദ ബ്രാക്കറ്റ്സ് ഫോർ ദ ഫോളോയിങ്. 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കൺകോഡ്. കൺകോഡ് എന്നുള്ളതിന്റെ എന്താണ് പര്യായപദം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. അതേ ഒരേ മീനിങ് ഉള്ള സെയിം മീനിങ്. ഓപ്ഷൻ എ ഹാർമണി, ഓപ്ഷൻ ബി ഡിസ്കോർഡ്, ഓപ്ഷൻ സി ക്വാറൽ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഈ ക്വസ്റ്റ്യനും നമ്മുടെ എന്താണ് നമ്മൾ ഇംഗ്ലീഷുമായിട്ട് ചെയ്ത ക്വസ്റ്റ്യനകത്തുനിന്ന് ഉണ്ടായിരുന്നതാണ്. ആൻസർ ഓപ്ഷൻ എ ഹാർമണിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. പ്രൊലോഗർ. പ്രൊലോഗ് എന്നുള്ളതിന്റെ സെയിം മീനിങ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പ്രിയാമ്പിൾ, ഓപ്ഷൻ ബി എക്സ്പ്ലനേഷൻ, ഓപ്ഷൻ സി ലോങ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ആൻസർ ഓപ്ഷൻ എ പ്രിയാമ്പിൾ ആണ്. അപ്പൊ ഇത്രയും ഒരു ക്വസ്റ്റ്യൻ ആണ് ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട് വിശകലനം ചെയ്യേണ്ടത്. നിങ്ങൾ ദയവ് ചെയ്ത് ഒരു ബുക്ക് എടുത്ത് ഇതിന്റെ ആൻസർ കൃത്യമായിട്ട് എഴുതി വെക്കുക. പല കുട്ടികളും വൺ വേർഡിന്റെ ഭാഗത്തുനിന്ന് ഈ ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലും ശ്രദ്ധിച്ചിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വീഡിയോ സ്കിപ്പ് ചെയ്താണ് കാണുന്നത്. നമുക്കറിയാം, നമ്മൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നഷ്ടം നമുക്ക് തന്നെയാണ്. ബ്യൂട്ടി ടിപ്സോ അല്ലെങ്കിൽ എന്താണ് കുക്കറി ഷോയോ ഒന്നുമല്ല ഈ ഒരു ചാനലിനകത്ത്. നമ്മുടെ ജീവിത പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജോലിയാണ്. അപ്പോൾ അതിൽ നിന്ന് ഒന്നുപോലും വിടാതെ പഠിക്കുന്ന ഒരാൾക്ക് എന്താണ് ഉറപ്പായിട്ട് മാർക്ക് കിട്ടും. കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുമുള്ള കുട്ടികൾ എന്താണ് ഇങ്ങനെ വിളിച്ചിട്ട് അവർക്ക് ഈ ആൻസർ എഴുതാൻ സാധിച്ചതിന് ഒരു 2 മാർക്കോളം ഇംഗ്ലീഷിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ ഇത്രയും കുറച്ച് നാളുകൾ കൊണ്ട് ചെയ്തൊരു വീഡിയോയിൽ നിന്ന് കിട്ടി. അതുകൊണ്ട് തന്നെ 59 മാർക്കൊക്കെ കിട്ടിയ ആൾക്കാരെ 61ലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അവർക്കൊക്കെ റാങ്ക് ലിസ്റ്റിൽ കടന്നുകൂടാമെന്നുള്ളൊരു പ്രതീക്ഷയാണ്. അതുകൊണ്ട് നമുക്ക് യാതൊരു സംശയം വേണ്ട, ഒരു ക്വസ്റ്റ്യൻ പോലും സ്കിപ്പ് ചെയ്യാതെ പഠിക്കാൻ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ അത് നമ്മളെ റാങ്ക് ലിസ്റ്റിൽ എത്തിക്കത്തുള്ളൂ. നമ്മൾ തഴഞ്ഞിട്ട് പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും മിക്കവാറും എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ ഇത്രയും നേരം ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.